കർമ്മലമാതാവിൻ്റെ ദർശന പെരുന്നാൾ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ സംയുക്തമായി നമ്മൾ ഇവിടെ ആഘോഷിക്കും. ഞാൻ മാന്നാനം ആശ്രമത്തിൽ നിന്ന് വരുന്ന ഒരു കർമ്മലീത സന്യാസ വൈദികൻ. നമ്മൾ കർമ്മലമാതാവിൻ്റെ ജീവിതത്തിലെ വിശുദ്ധ നിമിഷങ്ങളെ പറ്റി ധ്യാനിക്കുക. ചാവറയച്ചൻ സ്ഥാപിച്ച ഒരു സന്യാസാശ്രമം 33 വർഷക്കാലം അദ്ദേഹം ജീവിച്ച ഇടം. അവിടെ ഒരു കർമ്മല അമ്മയുടെ മകനായിട്ടുള്ളതിൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. മലയാളത്തിൽ മനോഹരമായൊരു പദമുണ്ട്, മാതൃക. മാ എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം അമ്മ എന്നാണ്. മാതൃക, അമ്മയിൽ നിന്ന് ലഭിച്ചത്. അതുപോലെ മറ്റൊരു പദമാണ് പൈതൃകം. പിതാവിന് ലഭിച്ചതാണ് പൈതൃകം. തൃക എന്ന് വെച്ചാൽ ലഭിക്കുക, അമ്മയിൽ നിന്ന് ലഭിക്കുന്നതാണ് മാതൃകം എന്ന് പറയുന്നത്. അമ്മയാണ് സത്യം. അമ്മ പറഞ്ഞാൽ പലപ്പോഴും നാം അച്ഛനെ അറിയുന്നു. നിന്നെ കാണുവതെങ്ങനെ, നീ എൻ കണ്ണല്ലേ. നിന്നെ കേൾക്കുവതെങ്ങനെ, നീ എൻ കാതല്ലേ. നിന്നെ രുചിപ്പതെങ്ങനെ, നീ എൻ നാവല്ലേ. നിന്നെ തൊടുവതെങ്ങനെ, നീ എൻ കയ്യല്ലേ. നീ ഞാനല്ലേ, നീ എൻ അമ്മയല്ലേ. അമ്മ തന്നെ ദൈവമായി മാറുകയും മാതൃത്വത്തിൻ്റെ പരഭാഗ ശോഭം. തമിഴിലെ അമ്മയെ തായ് എന്നാണ് വിളിക്കുന്നത്. തം എന്ന് വെച്ചാൽ ധാതുവിൽ നിന്നാണ്. തം എന്ന് വെച്ചാൽ അമ്മ. തം, തമ്പി, തമ്പുരാൻ എല്ലാം തമ്മിൽ നിന്ന് വരുന്നതാണ്. തം എന്ന് പറഞ്ഞാൽ ധാതുവിൽ നിന്ന് വരുന്നത്. തമ്പി, തങ്കച്ചി എല്ലാം അത്ര മനോഹരമാണ്. കാരണം മാതൃത്വത്തിൻ്റെ മഹനീയത എപ്പോഴും ഉയർത്തിക്കണ്ടവരാണ് നമ്മൾ. ചാവറയച്ചൻ മാതാവിനെ പറ്റി മനോഹരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാനന്ദമാണ്. അച്ഛൻ പാടുകയാണ്. അന്നവൾ രാത്രി പാതിരാ നേരത്ത് മന്ദം മന്ദം ഉണർന്നെഴുന്നേറ്റിട്ട് മുട്ടുകുത്തി നമസ്കാരം ചെയ്യുമ്പോൾ ഒട്ടുനേരം ഞാൻ മുട്ടിന്മേൽ ചാഞ്ഞിടും. രാജവം ദേവമാതാവിൻ ഗീതങ്ങൾ, രാജരാജനാം യേശുവിൻ നാമങ്ങൾ എന്നിവണ്ണ ഓരോരോ ജപങ്ങളെ മന്ദമായി ഉച്ചരിക്കുന്ന നേരത്ത് നന്നായി അത് കേട്ടിരുന്നുകൊണ്ട് ആ സുന്ദരിയുടെ പാതയെ ഞാൻ ഇറങ്ങിയില്ല. അമ്മയെ സുന്ദരി എന്ന് വിളിക്കുന്നത് ഞാൻ ആദ്യം കേൾക്കുക. അമ്മയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ സൗന്ദര്യം. ആ അമ്മയുടെ പാതാന്ത്യത്തിൽ വളർന്ന ഒരു മകൻ 3 വയസ്സുള്ള ആ അമ്മയോടൊപ്പമുള്ള ഓർമ്മ. അമ്മ മരിച്ചു. യുഗങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ ആ മകൻ പിന്നീട് വാർദ്ധക്യത്തിൽ ഓർക്കുകയാണ്. ആ ഓർമ്മയുടെ വാഗ്മയ ചിത്രമാണ് നമ്മളിന്ന് കണ്ടത്. ജനകൂട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ ഉച്ചത്തിൽ നിലവിളിച്ച് പറയുകയാണ്, ഇവനെ വഹിച്ച ഉദരവും ഇവരെ പാലൂട്ടിയ പരമോധനങ്ങളും ബാക്കിയുള്ളതായ മാതൃത്വത്തിന്റെ മഹത്വമാണ് അവിടെ ഉദ്ഘോഷിച്ചത്. ചാവറയച്ചൻ വീണ്ടും പാടുകയാണ്. ചങ്കുപോൽ സ്നേഹിക്കും കാന്തനെ മാതാവ് തങ്കൽ വിളിപ്പതും കാണാകേണം. എമ്മനു വേലെന്ന നാമാർത്ഥം പോൽ ദൈവം നമ്മോട് ചേർന്നതും കാണാകേണം. പുത്രൻ ആരുണുമ്പോൾ മാതാവിനുണ്ടായ ചിത്രമാം ഭക്തിയും കാണാകേണം. ഇതൊക്കെ കണ്ടു വേണം നമ്മുടെ മക്കൾ വളരുവാനായിട്ട്. ഗബ്രിയേൽ മാതാവിനെ എന്ന് പറയുന്നത് കൃപ നിറഞ്ഞവളെ എന്നാണ്. കൃപ നിറഞ്ഞവളെ ഒരമ്മയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു സംഭവത്തിനെയാണ് കൃപ നിറഞ്ഞവളെ. പലപ്പോഴും സമ്പത്തുള്ളവളെ, പണമുള്ളവളെ, സൗന്ദര്യമുള്ളവളെ എന്നൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യാം. കൃപ നിറഞ്ഞവളെ എന്നാണ് പരിശുദ്ധ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത്. കൃപ കൊണ്ട് നിറഞ്ഞിട്ട് വേണം മക്കൾക്ക് ജന്മം കൊടുക്കാൻ.
രക്ഷകന്മാരുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകുന്നത് രാക്ഷസന്മാരാണ്. ഞാൻ ഒരുപാട് രാക്ഷസന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഞാനൊരു കോളേജിലെ 10-25 വർഷമായി ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാൻ വടക്കേമലബാറിലായിരുന്നു, ദേവഗിരി കോളേജിലായിരുന്നു. വളരെ വർഷം പോസ്റ്റൽ ബാർഡനായിട്ടും അധ്യാപകനായിട്ടും ഒരു കോളേജിലെ പ്രിൻസിപ്പാളൊക്കെ ആയിട്ട് അവിടെയും ഇവിടെയും ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാവറച്ചൻ പറഞ്ഞു, നല്ല ക്രിസ്ത്യാനി കുടുംബം ആകാശമോക്ഷത്തിന് സമാനമാണ്. ചോരയായ സ്നേഹത്താൽ പരസ്പരം ബന്ധപ്പെട്ട കാർന്നോമാടനെ ചൊല്ലിവിളിയുള്ള മക്കളാൽ വളർത്തപ്പെട്ട ഓരോരുത്തരും താതാക്കളുടെ ദൈവമനുസരിച്ച് ജീവിക്കുകയും നിത്യഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാകുന്നു കുടുംബം എന്ന്. ഇത്ര മനോഹരമായ ഡെഫിനേഷനാണ്. ഞാൻ പലപ്പോഴും ധ്യാനിക്കാറുണ്ട്. കെട്ടിയുണ്ടാക്കുന്നത് കെട്ടിടമാണ്. വീടെന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്നതാണ് വീട് എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതാണ്, ആർജിച്ചെടുക്കുന്നതാണ്. അതൊരു സംസ്കാരം. എട്ടുകാലിയെ വല കെട്ടാൻ ആരെങ്കിലും പഠിപ്പിക്കണം? വേണ്ട. അതിന് സോഫ്റ്റ്വെയർ ഇൻബിൽറ്റാണ്. കഴിഞ്ഞ 25 ദശലക്ഷം വർഷമായി എട്ടുകാലി അതേ രൂപത്തിലും ഘടനയിലും എന്നും കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കണ്ണി പൊട്ടിപ്പോയാൽ അതിനെ തേച്ച് കെട്ടാൻ അതിനായില്ല. അതുപോലെ തൂക്കനാകുന്ന കുഞ്ഞാൻ്റെ കിളി അതിൻ്റെ കൂട് ഉണ്ടാക്കണം. കഴിഞ്ഞ 20 ദശലക്ഷം വർഷമായി അതേ രൂപത്തിലെ ഘടനയിൽ ഇന്നും കുഞ്ഞാൻ്റെ കിളി കൂട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മയിൽ അതിന് ഒരു സ്റ്റെപ്പ് നൃത്തം ചെയ്യാനായി അടുത്ത സ്റ്റെപ്പ് സാക്ഷാൽ മൃണാണ്ടി സാരമായി പോലും അതിന് ചെയ്യാനാകും. അതുപോലെ ഉയർ പഞ്ചമപ്പാണ്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവികൾക്കും എല്ലാം തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ. ഈ പ്രപഞ്ചത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഇല്ലാത്ത ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യൻ. മനുഷ്യനെ എല്ലാം മാറ്റിച്ചെടുക്കണം. അവൻ ജനിക്കുമ്പോൾ ആൾക്കാരെ കരയാൻ മാത്രമേ അറിയുള്ളൂ, ബാക്കിയെല്ലാം പഠിച്ചെടുക്കണം. അത് കൂടുതൽ പഠിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഈ ലോകത്തിലെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ചുമതല എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ പേരന്റുമാണ്. അത് കഴിഞ്ഞാൽ അധ്യാപകരുടെ ഗുരുക്കന്മാരുടെ ചുമതലയാണ്. ഗുരുവെന്നാൽ അന്ധകാരന്നാൽ രൂപൻ നിരോധം, അന്ധകാരത്തെ നിരോധിക്കുന്നവരാണ് ഗുരു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗുരു എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിത്തീരുമായിരുന്നില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വെറും മണ്ണായി പറക്കുന്ന മനുഷ്യനെ ചവിട്ടി കുഴച്ച് രൂപപ്പെടുത്തിയെടുക്കുന്നത് ഗുരുവാണ്. ഈ ഗുരുവാണ് നമ്മെ രൂപപ്പെടുത്തി സംസ്കാര സമ്പന്നരായി മാറ്റിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് പ്രത്യക്ഷതയുടെ ഒരു ലോകത്താണ്, ഒരു കാഴ്ചയുടെ ലോകത്താണ്, ഒരു ദൃശ്യത്തിന്റെ ഒരു ലോകത്താണ്. പണ്ടൊക്കെ നമ്മൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്ന കേൾവിയുടെ ഒരു ഓരോ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. ഇപ്പോൾ നമ്മൾ കാഴ്ചയുടെ ലോകത്താണ്, ദൃശ്യത്തിന്റെ ലോകത്താണ്, പ്രത്യക്ഷതയുടെ ലോകത്താണ്. ഈ പ്രത്യക്ഷതയിൽ ഏതിനെ ക്ഷതപ്പെടുത്തുവാൻ പറ്റുന്നോ അതിന് കൂടുതൽ പ്രാധാന്യം ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്റർനെറ്റുകൾ, നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ, നമ്മുടെ എല്ലാ സംവിധാനങ്ങളും, വിവരസാങ്കേതിക വിദ്യകൾ എല്ലാം തന്നെ കൂടുതലും മനുഷ്യനെ ക്ഷതപ്പെടുത്തുന്നതാണ്. ക്ഷതപ്പെടുത്തുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. നമ്മുടെ വാർത്തകളൊക്കെ നിങ്ങൾ നോക്കുക, നമ്മുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നോക്കുക, മനുഷ്യനെ ക്ഷതപ്പെടുത്തുന്ന കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ കാഴ്ചയെ തുച്ഛമാക്കാതിരിക്കുവാൻ നാം എല്ലാം ഈ പുതിയ കാഴ്ചയുടെ ലോകത്ത് അലങ്കൃതമാണ്. എത്ര മനോഹരമായിട്ടാണ് നമ്മൾ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്രയേറെ ബ്യൂട്ടി പാർലറുകൾ? നമ്മുടെ ഭവനങ്ങളൊക്കെ എത്ര മനോഹരമായി അലങ്കൃതമാണ്. നമ്മുടെ വാഹനങ്ങളൊക്കെ നമ്മൾ അലങ്കരിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? കാരണം കാഴ്ചയുടെ ലോകത്ത് ഈ കാഴ്ചയെ തുച്ഛമാക്കാതിരിക്കുവാൻ വേണ്ടി നാം ഒക്കെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. യേശുവിനെ കെ.ജി. ശങ്കരപ്പിള്ളയുടെ കവിതയിൽ അദ്ദേഹം പാടുകയാണ്, യേശുവേ നീ പറയുന്നത് കേൾക്കാൻ വന്നവരെക്കാൾ എത്രയോ അധികമാണ് നീ കുരിശേറുന്നത് കാണാൻ വന്നിരിക്കുന്നവരെന്ന്. കുരിശേറുന്നത് അല്ലെങ്കിൽ കഴിവുള്ളത് കാണുവാൻ വേണ്ടി ജാഗ്രതയോടെ നോക്കിയിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ പരിസരത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ കുട്ടികളെ നാം വളർത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജോലി എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ പേരന്റുഹുഡ് അല്ലെങ്കിൽ ഉത്തരവാദിത്വപൂർണമായ മാതാപിതാക്കൾ
നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഏതെല്ലാം ദുരന്തമായ സാഹചര്യത്തിൽ നിന്ന് ജാഗ്രതയോടെ നമ്മൾ പലായനം ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചു നമ്മുടെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്ദരിയുടെ ലോകത്ത് സുന്ദരിയുടെ ശരീരത്തിൽ ഇങ്ങനെ സോപ്പിന്റെ ഗുണങ്ങൾ ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന ഒരു പരസ്യം. അങ്ങനെ ഒരു പരസ്യം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ട് ചിന്തകളാണ് ഉണ്ടാകുന്നത്. നിങ്ങളൊക്കെ ജാഗ്രതയോടെ ചിന്തിക്കേണ്ട കാര്യം, ഒന്നെങ്കിൽ സുന്ദരനാകണം അല്ലെങ്കിൽ സുന്ദരി ആകണം എന്നുള്ള ചിന്ത. രണ്ടാമത് ഞാൻ ഈ സോപ്പ് വാങ്ങി കുടിച്ചാൽ ഞാൻ സുന്ദരനാകും അല്ലെ സുന്ദരിയാകും എന്നുള്ള ചിന്ത. പക്ഷെ കെമിസ്ട്രി പഠിക്കുന്നവർക്കറിയാം സോപ്പ് തേച്ചാൽ സുന്ദരനോ സുന്ദരിയോ ഒന്നും ആകില്ല എന്ന്. പക്ഷേ നമ്മളെ പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു എന്ന് പറയുന്നത് പോലെ നമ്മുടെ മസ്തിഷ്കത്തെ സ്റ്റാർട്ട് ചെയ്യപ്പെടുകയും നമ്മൾ കടയിൽ പോയി സോപ്പ് വാങ്ങി നമ്മൾ അത് വാങ്ങി കുടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുടെ ഒരു പ്രത്യക്ഷത, ഒരു പരസ്യം നമ്മുടെ ചുറ്റുപാടും ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പണ്ട് മുതലാളിത്തത്തിന്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു മിഠായി ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കുട്ടിയുടെ കയ്യിൽ വാങ്ങിച്ചെടുക്കുന്നത്. എങ്ങനെയാണ് പണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്? കുട്ടിയെ ബലമായി കൈ പിടിച്ച് തിരിച്ച് നമുക്കത് ബലമായി പിടിച്ചെടുക്കാവുന്ന പഴയ ഒരു മുതലാളിത്തത്തിന്റെ വ്യവസ്ഥയാണ്. ഇപ്പോൾ ആ സങ്കല്പങ്ങളൊക്കെ മാറി. നമ്മൾ അറിയാതെ കൈകൾ സറണ്ടർ ചെയ്യും, കൈകൾ തുറക്കുന്നു. എന്താ ചെയ്യേണ്ടത്? കുട്ടിയുടെ പള്ളയിൽ ഇക്കിളിയിടാൻ. ഇക്കിളിയിടുമ്പോൾ നമ്മുടെ ജനലുകൾ ദുർബലമായി മാറുകയും നമ്മൾ നിരായുധരായി നമ്മുടെ എല്ലാം സറണ്ടർ ചെയ്യുകയും വളരെ ഈസിയായി മറ്റുള്ളവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഇക്കിളികളുടെ ഒരു തന്ത്രം പുതിയ വിപണനത്തിന്റെ ഒരു തന്ത്രമായി മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ജാഗ്രതയോടെ ഓർക്കേണ്ടതാണ്. പ്രണയാനുബന്ധമായ ഒരു പാശം വശമാക്കി ഈശ്വര കുരുതിക്കുഴിയുന്നതായി പുരുഷന്മാരുടെ ധീരമാണ്. നമ്മളൊക്കെ ലൗകികതയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് കുറെ വർഷം ഉണ്ടായിരുന്നു. എൻ്റെ പല കുട്ടികളും ലൗകികതയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് തിരിച്ചിട്ടില്ല. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഒരു ജാഗ്രതയെ കുറിച്ച് ഞാൻ പറയുന്നു. പ്രണയത്തിന്റെ പേരിൽ നമുക്കറിയാം, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കിട്ടിയില്ലെങ്കിൽ അവിടെ കത്തിച്ച് കളയുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. തൃഷ്ണയുടെ ഇരകളായി നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു. എത്രമാത്രം ജാഗ്രതയോടെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ചട്ടുകമായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അനേകായിരം കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടതാണ്. 21 നൂറ്റാണ്ടായി അനേക തലമുറകളെ നാം കണ്ടതാണ്. രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായി നമ്മുടെ കലാലയത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുന്നു. മതപരങ്ങൾ അവർ വേണ്ടത്ര ജാഗ്രതയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റിന്റെ കൈകളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തിരിച്ചെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ചവറയച്ചൻ വിദ്യാലയത്തിലെ ഒരു കലാലയത്തിന് അദ്ദേഹം പേര് കൊടുത്തത് ദർശന വീട് എന്നാണ് അദ്ദേഹം പേര് കൊടുത്തത്. ദർശന വീട്. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ മോശ പറയുന്ന ഒരു കാര്യം, ഞാൻ പറയുന്ന വചനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ശിലാഹൃദയത്തിൽ എന്നതുപോലെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. 33-ാമത്തെ അധ്യായത്തിൽ മോശയുടെ യാത്രാന്ത്യത്തിലെ യാത്ര, ജോർദാന്റെ ഇക്കരെ നിന്നുകൊണ്ട് മോശ ചൂണ്ടിക്കാണിക്കുകയാണ്. ജോർദാന്റെ അക്കരെയുള്ള കാനാൻ ദേശം, അവിടെ നിങ്ങളുടെ മക്കൾ അതിജീവന ശേഷിയുള്ളവരായി ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജാഗ്രതയോടെ നിങ്ങൾ കേൾക്കേണ്ടതായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ജാഗ്രതയോടെ നിങ്ങൾ കേൾക്കേണ്ടതായിരുന്നു. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? സാഹസികമായ ബുദ്ധിയോടുകൂടി നിങ്ങളുടെ മക്കൾ അപ്പുറത്തേക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കണമെന്ന് മോശ പറയുന്നത്. എന്താണ്? 40 സംവത്സരക്കാലം മരുഭൂമിയിലൂടെ ഒരു ശിക്ഷണത്തിലൂടെ വളർന്നു വന്ന ഇസ്രായേലിലെ നിങ്ങളുടെ മക്കൾ, അവർക്ക് സാഹസികതയുണ്ട്. അവരുടെ മക്കൾ അതിജീവന ശേഷി കുറഞ്ഞവരാണെന്ന് മോശ തിരിച്ചറിഞ്ഞതുകൊണ്ട് പറയും. അദ്ദേഹത്തിന്റെ 5 ഉപദേശം എന്നത് ഉത്തരത്തിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു കഴുകന്റെ കൂടെ തന്നെ കാണിച്ചു കൊടുക്കുന്നു. മണലാരണ്യത്തിൽ ഒരു പക്ഷിയുടെ കഴുകൻ, ഒരു കഴുകൻ വൃക്ഷത്തിന്റെ ശിഖരത്തിന്റെ ഉയരത്തിൽ അവിടെ ഒരു കൂട് കുത്തിക്കുന്നു. ആ കൂട് നമുക്കറിയാം, അവിടെയുള്ള കമ്പും കോലും അതുപോലെ തന്നെ അത്ര മൃദുവായ വസ്തു കൊണ്ടല്ല അത് ആദ്യമേ ഉണ്ടാകാം. പിന്നെ ചകിരിയൊക്കെ വെച്ച് വീണ്ടും മൃദുലമാക്കി ഏറ്റവും കൂടുതൽ പഞ്ഞിയൊക്കെ വെച്ച് മൃദുവാക്കിയ ശേഷം അതിൽ അമ്മക്കഴുകൻ മുട്ടയിട്ട് അതിനെ പരിപാലിക്കുന്നു. അതിനെ മുട്ട വിരിഞ്ഞ് കുഞ്ഞാകുന്നു.
അതിന് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അതിനെ ശുശ്രൂഷിക്കുന്നു, അതിന് കാറ്റ് ആയിട്ട് നിൽക്കുന്നു. ഒടുവിൽ മേധസ്സിൽ എഴുതെങ്കിൽ മാത്രമേ ഈ പക്ഷി അതിജീവിക്കുകയുള്ളൂ എന്ന് മോശ തിരിച്ചറിഞ്ഞുകൊണ്ട് മോശ പറയുന്നത് ശ്രദ്ധിക്കുക, ആ അമ്മ പക്ഷി എന്താണ് ചെയ്യുന്നത്? ആ പഞ്ഞിയൊക്കെ എടുത്ത് താഴേക്ക് കളഞ്ഞിട്ട് അതിൻ്റെ പേശികൾ ദൃഢമാകുവാൻ വേണ്ടി അതിനെ പട്ടിണിക്കിട്ട് മേധസ്സിൽ തെളിയിച്ചിട്ട് ആ ഉത്തും കഥയുന്ന അമ്മ പക്ഷി താഴേക്ക് ഈ കുഞ്ഞിനെ തള്ളിയിടുകയാണ്. ദൈവം സംരക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞു. സാഹസികതയിലേക്ക് ഈ കുഞ്ഞിനെ ആദ്യം അമ്മ അതിന്റെ കൂടിന്റെ വെളുപ്പിനുകൊണ്ട് പിടിക്കുമ്പോൾ കുഞ്ഞ് വരുന്നില്ല. ഒടുവിൽ അതിനെ ചവിട്ടി താഴേക്ക് തള്ളിയിട്ടിട്ട് അമ്മ പറന്നു പോവുകയാണ്. കാരണം ഇങ്ങനെ പറക്കാൻ പഠിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. സാഹസികമായ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കാൻ പഠിക്കുന്നില്ല. വ്യഥ പോലെ അനുഭവത്തിയിടുന്ന ഒരു സദ്ഗുരു വേറെയാണ് വ്യഥയാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ജീവിതം എന്ന് പറയുന്നത് ഇരുട്ടും വെളിച്ചവും കൂടുതൽ. അസ്വസ്ഥത മോശപ്പെട്ട കാര്യമല്ല, ദുഃഖം മോശപ്പെട്ട കാര്യമല്ല, പരാജയം മോശപ്പെട്ട കാര്യമല്ല. നമ്മൾ ഇന്ന് പരാജയപ്പെടാത്ത കുട്ടികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയിക്കാൻ മാത്രം ജയിച്ച ഒരു വിഭാഗത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ പരാജയം മോശപ്പെട്ട കാര്യമല്ല. ക്രിസ്തു പരാജിതനാണ്. ക്രിസ്തു വ്യഥ അനുഭവിച്ചാണ്. പഴയ കാരണന്മാർ പറയും, അല്ലലുള്ള പൈതലെ ചുള്ളിയുള്ള കാടറിയും എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലൽ അറിയേണ്ടതായിരുന്നു. എങ്കിൽ മാത്രമേ ചുള്ളിയുള്ള കാട് ആ കുട്ടികൾ തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കും. ഞാൻ ഇനി കർമ്മല മാതാവിനെ കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം കർമ്മല മാതാവിന്റെ തിരുനാൾ. കർമ്മല മല എന്ന് പറയുന്നത് പലസ്തീനായിലെ ഒരു മലയാണ്. കർമ്മല മല. അവിടെ BC 5-ാം നൂറ്റാണ്ടിൽ കുറെ താമസന്മാർ ജീവിച്ചിരുന്നു. അതിൽ ശ്രേഷ്ഠനാണ് പ്രവാചകനായ ഏലിയ പ്രവാചകൻ. യാഹോവയായിട്ടുള്ള ദൈവം പ്രവാചകനെ എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, നീ ഈ ഗുഹയിൽ എന്ത് ചെയ്യുകയാണ്? പ്രവാചകൻ ഭയപ്പെട്ട് ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, കർത്താവിനെ കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാനിവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാനിവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ പ്രവാചകൻ നമ്മൾ ചിന്തിക്കണം, 3 വർഷക്കാലം പലസ്തീനായി മഴയെ തടഞ്ഞു നിർത്തിയ പ്രവാചകൻ. വിധവയ്ക്കും കുഞ്ഞിനും അദ്ദേഹം 3 വർഷക്കാലം നിരന്തരം ഉറവ പറ്റാത്ത എണ്ണയും മാവും കൊടുത്ത പ്രവാചകൻ. വിധവയുടെ കുഞ്ഞിനെ ഉയർപ്പിച്ച പ്രവാചകൻ. ഭാര്യയുടെ 450 പ്രവാചകന്മാരെ വകവരുത്തിയ പ്രവാചകനാണ്. ധീരനായ പ്രവാചകൻ. പക്ഷേ ജീവിതത്തിന്റെ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം ഭയപ്പെട്ട് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. അവിടെയാണ് യഹോവ വന്നു, നീ ഇവിടെ എന്ത് ചെയ്യുക? അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റിൽ ദൈവമില്ലായി. അപ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിൽ ദൈവം ഇല്ലായി. അപ്പോൾ ഒരു അഗ്നിപർവ്വതമുണ്ടായി. അഗ്നിപർവ്വതത്തിൽ ദൈവം ഉണ്ടായിരുന്നു. മന്ദമാരുതന്റെ മൃദുലമായ ഒരു സ്വരം കേട്ടു. ആ മന്ദമാരുതന്റെ മൃദുലമായ സ്വരത്തിൽ ദൈവത്തെ കാണുകയാണ് പ്രവാചകൻ. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ബഹളത്തിന്റെ സംസ്കാരത്തില്, ഈ ആന്തോളനത്തില്, ഈ കോലാഹലത്തിന്റെ ലോകത്ത് പലപ്പോഴും നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. മൗനത്തില്, മനനത്തില്, ഏകാന്തതയിലൊക്കെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, കുരിശുയുദ്ധം, ക്രൂസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂസൈഡുമായിട്ട് വളരെ ബന്ധമുണ്ട്. പിന്നീട് നവകർമ്മല സഭയുമായി കത്തോലിക്ക സഭയിലെ 11, 12, 13 നൂറ്റാണ്ടുകളിൽ കുരിശുയുദ്ധം എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഒരു യുദ്ധമുണ്ടായി. 1192 ആദ്യത്തെ കുരിശുയുദ്ധം നടക്കുന്നത്. ഊർബൻ മാർപ്പാപ്പയുടെ കാലത്താണ് ആദ്യമായി കുരിശുയുദ്ധം നടക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ജെറുസലേം നമുക്ക് നഷ്ടപ്പെട്ടു. വിശുദ്ധ നഗരമായ ജെറുസലേം മുസ്ലിങ്ങൾ തൂക്കികൾ പിടിച്ചെടുത്തു. വിശുദ്ധ നഗരങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിലൂടെ തിരിച്ചു പിടിക്കണം എന്ന് കരുതി യുദ്ധം ആരംഭിക്കുകയാണ്. 1 അല്ല 2 അല്ല 9 കുരിശുയുദ്ധങ്ങളാണ്. ലക്ഷങ്ങളാണ് കുരിശുയുദ്ധത്തിൽ മരിച്ചത്.
മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുകയാണ് കുരിശ് യുദ്ധത്തിന് വേണ്ടി. കാരണം ഒരു സംസ്കാരമാണ്, ഒരു തെറ്റിദ്ധാരണയുടെ ഒരു സംസ്കാരമാണ്. കാരണം ദൈവത്തിന് വേണ്ടി മരിച്ചാൽ സ്വർഗ്ഗം, ദൈവത്തിന് വേണ്ടി കൊന്നാൽ സ്വർഗ്ഗം. അങ്ങനെ ഒരു സംസ്കാരം, ആ ഒരു അബദ്ധ സംസ്കാരത്തിൽ അങ്ങനെ ഒരു യുദ്ധം ചെയ്ത് ഒരു വളരെ ലോകം മുഴുവനും സഭ മുഴുവനും ജീർണിച്ച ഒരവസ്ഥ. അപ്പോൾ നമുക്കറിയാം, യൂറോപ്പിലൊക്കെ ഒരുപാട് ജനങ്ങൾ ഈ ക്രൂസൈഡിലൂടെ മരിക്കുന്നു. കുരിശുകാലത്ത് ഒരു നഗരം വീഴുകയും തീട്ട് കഴിഞ്ഞപ്പോഴാണ് കൂടാവുന്നത് ഈ നഗരമല്ല കത്തിക്കേണ്ടത്, ആ നഗരത്തെയാണ് നിരപരാധികളാണ്, അതിന്റെ അപ്പുറത്തെ നഗരമാണ് കത്തിക്കേണ്ടത്. 11-ാം നൂറ്റാണ്ടിലുള്ള സംഭവം. ഉടൻ അടുത്ത നഗരവും കത്തിച്ചു, നിരപരാധികളായിട്ടുള്ള ആയിരങ്ങൾ അവിടേക്കും തുടങ്ങി. അങ്ങനെ കൊല്ലും കൊലയും നടക്കുന്ന ഒരു കാലം, ഒരു വിശുദ്ധ യുദ്ധത്തിന്റെ കാലഘട്ടം. സഭയിൽ ആത്മീയതയുടെ പരിവേഷങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ. ഈ അവസരത്തിലാണ് ബെർത്തോൾഡ് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധൻ വീണ്ടും ഗോപാലന്റെ ഓർജിൻ സഭയുടെ ചൈതന്യത്തിലേക്ക്, പഴമയിലേക്ക് മടങ്ങിപ്പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ കർമ്മലമലയുടെ ചൈതന്യത്തിലേക്ക്, ഏകാന്തതയിലേക്ക് മടങ്ങിപ്പോകും. നമുക്കറിയാം, ഒരു ശബ്ദം ആരംഭിക്കുന്നത് മൗനത്തിൽ, ഒരു ശബ്ദം അവസാനിക്കുന്നത് മൗനത്തിൽ. ഏറ്റവും ശക്തമായ ശബ്ദം എന്ന് പറയുന്നത് മൗനത്തിന്റെ ശബ്ദമാണ്. ഈ മൗനത്തിൽ മനനം ചെയ്യുന്നവരെയാണ് നമ്മൾ മുനി എന്ന് പറയുന്നത്. മനനം ചെയ്യും. നമുക്ക് അങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെയുള്ള ദൈവത്തിന് വേണ്ടിയുള്ള കൊല്ലും കൊലയുടെയും സംസ്കാരത്തിൽ നിന്ന് ഒരു പ്രതിസംസ്കാരം എന്നോണം ആ കാലഘട്ടത്തിൽ കുറെ ചൈതന്യമുള്ള വ്യക്തികൾ ഏകയായുടെ ആ മൃദുലമായ ആ ഏകാന്തതയുടെ സന്യാസത്തിലേക്ക് പോവുകയാണ്. ആ സന്യാസത്തില് അവരൊരു സഭ സ്ഥാപിക്കുകയാണ്, ബ്ലെസ്സഡ് വെർജിൻ ഓഫ് മൗണ്ട് കാർമൽ. അതായത് കർമ്മലമലയുടെ ചൈതന്യവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചൈതന്യവും കൂട്ടിക്കിണക്കിക്കൊണ്ട് ഒരു പുതിയൊരു ആത്മീയത രൂപീകരിക്കാൻ വേണ്ടി ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന മധ്യകാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു ആത്മീയ ചൈതന്യ സന്യാസ സ്വരൂപമാണ് ഈ പറഞ്ഞ കർമ്മലീത സഭയിൽ കർമ്മലവൃത്തി. അവിടെ നിന്നുള്ള വൈദികരാണ് പിന്നീട് കേരളത്തിൽ വന്നപ്പോൾ ഈ ചൈതന്യം ഇതൊക്കെ പ്രചരിപ്പിച്ചു. വിശുദ്ധ അമ്മ ഈ കർമ്മല ചൈതന്യം പോഷിപ്പിച്ചാണ്. അവരുടെ കുരിശിന്റെ വിശുദ്ധയോടെ ഇത് പോഷിപ്പിച്ച. പിന്നെ നമുക്കറിയാം, ഈ കഴിഞ്ഞ നൂറ്റാണ്ട് ഏറ്റവും വലിയ വിശുദ്ധ എന്ന് പറയുന്ന കൊച്ചുപുണ്യവതി, അവരും ഒരു കർമ്മല സന്യാസിനി സമൂഹ അംഗമാണ്. അപ്പോൾ ഒരു പുതിയൊരു ചൈതന്യം സഭയ്ക്ക് കൊടുത്ത ഒരു പുതിയ ഏകാന്തതയുടെ, മൗനത്തിന്റെ, പ്രാർത്ഥനയുടെ ഒരു സ്വരൂപം അവിടെ കൊടുക്കുകയാണ്. ഈ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഒരു കൊച്ചു കഥ പറയാം. ഒരു ഗ്രാമോപാമ പ്രദേശം, അവിടെ ഒരു ഗുരു, അവിടെ ഗുരുവിന് കുറെ ശിഷ്യന്മാർ. ഗുരു ഓരോ ദിവസവും ശിഷ്യന്മാരെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കും. അന്ന് ഗുരു പഠിപ്പിച്ചത് മഴയെ പറ്റിയാണ്, പുഴയെ പറ്റിയാണ്, ജലത്തെ പറ്റിയാണ്. അപ്പൊ ശിഷ്യന്മാർക്ക് കൗതുകമായി മഴ അവർക്ക് അനുഭവിക്കണം, പുഴ കാണണം, ആ പുഴയിൽ നീരാടണം, പുഴയുടെ തീരത്തുള്ള മൃഗങ്ങളെ കാണണം. അങ്ങനെ അവർക്ക് കൗതുകം. ഗുരു പറഞ്ഞു, അടുത്ത ദിവസം നിങ്ങളെ ഞാൻ പുഴ കാണിക്കാം. അങ്ങനെ ഗ്രാമത്തിൽ നിന്ന് നഗരാതിഥിയുടെ പുഴ കാണിക്കാൻ വേണ്ടി ഗുരു ശിഷ്യന്മാരുമായി പോവുകയാണ്. വളരെ കൗതുകത്തോടു കൂടിയാണ് കുട്ടികൾ പോകുന്നത്. പക്ഷെ പുഴ കണ്ടപ്പോഴേ കുട്ടികൾ പറഞ്ഞു, നമ്മൾ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോകാം. കാരണം പുഴ അത്രമേൽ മലിനമായി, അത് കാറും കീഴുമൊക്കെ ഒഴുകി കൊതുകൊക്കെ നിറഞ്ഞ് മലിനജലങ്ങൾ നിറഞ്ഞ് അവിടെ അശുദ്ധമായ വസ്തുക്കളൊക്കെ വലിച്ചെറിഞ്ഞൊരു പുഴയാണ്. ആരാണ് ഈ പുഴയെ നശിപ്പിച്ചത്? നമ്മളൊക്കെ തന്നെയാണ്. ശിഷ്യന്മാർ പറഞ്ഞ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് ഈ പുഴയുടെ ഉറവിടത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. പുഴയുടെ ഉറവിടത്തിലേക്ക് ശിഷ്യന്മാരെ കൂട്ടി പുഴയുടെ ഉറവിടത്തിലേക്ക് ഗുരു പോകും. ഉറവിടത്തിലേക്ക് ചെന്നപ്പോൾ ഉറവിടം വളരെ പരിശുദ്ധമായിരിക്കുന്നതാണ്. അത് വനാന്തർ ഭാഗത്ത് നിന്ന് ഒഴുകി
തെളിഞ്ഞ വെള്ളം, അക്ഷരസഹിതമായിട്ടുള്ള വെള്ളം, അവിടെ നീരാടാനും കുടിക്കാനും ഒക്കെയായി ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷികളുണ്ട്. ശിഷ്യന്മാർക്കുള്ള സന്തോഷം. അതെ, ഉറവിടം ശുദ്ധമായാൽ അവിടെയുള്ള അരുവിയും ജലവും ശുദ്ധമായി. ഒരു ദേവാലയം എന്ന് പറയുന്നത് ഒരു ഉറവിടം. നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത് ഒരു ഉറവിടം. ഒരു സഭ എന്ന് പറയുന്നത് ഒരു ഉറവിടം. ഒരു വിദ്യാലയം ഒരു ഉറവിടം. മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു ഉറവിടം. ആ ഉറവിടം ശുദ്ധമായാൽ അവിടെയുള്ള അരുവിയും ജലവും ശുദ്ധമായി. ഉറവിടങ്ങളിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ഉറവിടങ്ങളിലേക്ക് മടങ്ങുകയാണ് കർമ്മല സഭയുടെ ചൈതന്യത്തിലേക്ക്, ആ ഏരിയയുടെ ചൈതന്യത്തിലേക്ക് ആദിമസഭ ചെയ്തുകൊള്ളു. നമ്മളിവിടെ കേരള സംസ്കാരത്തിലും ഇതിന് വളരെയേറെ പ്രാധാന്യം. നമ്മളിവിടെ നമ്മൾ കണ്ടു കാരിമൂസ കർമ്മലീത നിഷ്പാദക 3-ാം സഭ കേരളത്തിൽ ഇവിടെ സമാപിതമാകുന്നുണ്ട്. നമ്മൾ കാണുന്നു മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ രഥയോട്ടങ്ങളിൽ ചവിട്ടി അടയ്ക്കപ്പെടുന്ന കുടാനുകൂടി മനുഷ്യക്കുഴുക്കളുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്ത്രാസപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് എന്താണ്? മതവും രാഷ്ട്രീയവും. നമ്മൾ പറയുന്നത് ആത്മീയം നഷ്ടപ്പെട്ട മതത്തെ പറ്റിയാണ്, ചൈതന്യം നഷ്ടപ്പെട്ട രാഷ്ട്രീയത്തെ പറ്റിയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ്? സമ്പന്നന്മാരെയും ദരിദ്രനാരായണന്മാരെയാണ്. അവരെ കുടുംബരി കൊള്ളിക്കുന്നത് മതവും രാഷ്ട്രീയവും ഒക്കെയാണ്. എത്രമാത്രം മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വ്യസനിക്കുന്ന എന്തുമാത്രം ജനങ്ങളിവിടെയുണ്ട്. ഇന്ന് അന്ന് കേരള സംസ്കാരം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം നമ്മൾ നോക്കുമ്പോൾ 6 മതങ്ങളായിരുന്നു അന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ബുദ്ധമതം, ജൈനമതം, കാളിയെ പൂജിക്കുന്ന കൗളമതം, കാപാലിക മതം, ശൈവമതം, വൈഷ്ണവം. വിഷ്ണുവിനെ ആരാധിക്കുന്ന വൈഷ്ണവം, ശിവനെ ആരാധിക്കുന്നവർ ശൈവമതം, കാളിയെ പൂജിക്കുന്നവർ കൗളമതം. കാപാലികന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി കൊല്ലുകയും ദൈവത്തിന് വേണ്ടി മരിക്കുകയും ചെയ്തു പ്രിയമായിരിക്കുന്ന കാപാലികന്മാർ. വാസ്തവത്തിൽ ഇന്ന് നമുക്ക് പലപ്പോഴും അവശേഷിക്കുന്നത് മതത്തിന്റെ കാപാലിക സ്വഭാവം. മതത്തിന് വേണ്ടി മരിച്ചാൽ സ്വർഗം കിട്ടും, മതത്തിന് വേണ്ടി കൊന്നാൽ സ്വർഗം കിട്ടും. കൊന്നാൽ അല്ലേ മരിച്ചു സ്വർഗം കിട്ടും, കൊന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്വർഗം കിട്ടും. ഇങ്ങനെയുള്ള ഒരു പരിതോവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ ചിന്തിച്ചു നോക്കുന്നു. ഇപ്പോൾ മതത്തിന് വേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവർ വളരെ കുറവാണ്. മതത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആരാണ്? വളരെ കുറച്ച് ആളുകളാണ് മതത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഫ്രാൻസിസ് മാർപ്പാപ്പ മുസ്ലിങ്ങൾക്ക് സിറിയയിൽ നിന്നും മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ലക്ഷങ്ങൾ അവർ പലായനം ചെയ്യപ്പെടുകയാണ്. സൗദി അറേബ്യ അവർക്ക് പ്രവേശനം നൽകിയില്ല, കുവൈറ്റോട് പ്രവേശനം നൽകിയില്ല, പാകിസ്ഥാൻ അവർക്ക് പ്രവേശനം നൽകിയില്ല. വേണം പൈസ കൊടുക്കാൻ. പക്ഷെ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു, യൂറോപ്പിനോട് ആവശ്യപ്പെട്ടു, ജർമ്മനിയിൽ 15 ലക്ഷം അഭയാർത്ഥി, സിറിയയിലുള്ള അഭയാർത്ഥികൾ ജർമ്മനിയിൽ. ഞാൻ അവിടെ പോയി കണ്ടതാണ്. എല്ലാം പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളിലാണ് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുക, മതത്തിന് വേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അവിടുത്തെ മേയർ ഒരുപാട് വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് സംരക്ഷിക്കുകയാണ്. പക്ഷെ 12 ആളുകൾ ഭീകരവാദികളുണ്ട്. പക്ഷേ എങ്കിലും ഈ സ്നേഹത്തിന്റെ സ്വരൂപം കത്തോലിക്ക സഭ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. സ്നേഹത്തിന്റെ സ്വരൂപം, ഒരു മദർ തെരേസ കാരുണ്യത്തിന്റെ സ്വരൂപം, മതത്തിന് വേണ്ടി ജീവിക്കേണ്ട കാരുണ്യത്തിന്റെ സ്വരൂപം നമുക്ക് കാണിച്ചു തരികയാണ്. പക്ഷേ കേരളത്തിൽ 14, 15, 16 നൂറ്റാണ്ടുകളിൽ നമുക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇവിടുത്തെ അവസ്ഥകൾ. ഇവിടെ നമ്മൾ കാണുന്നത് 1498 വാസ്കോഡി ഗാമ കേരളത്തിൽ വരുന്നത്. അതിനുശേഷം 100 വർഷമായപ്പോഴാണ് ഇവിടെ ഉദയപൂർ സുഖാണ്. ഇവിടെ തമ്മിൽ അടിയാണ്. ആരൊക്കെ? സമ്പാളൂർ പാതിരിമാർ. ഈ പരീക്ഷയോടുള്ള കാലം സമ്പാളൂർ പാതിരിമാരെ നിങ്ങൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം നടക്കുന്നു. 1653 ഒരു ദിവസത്തിൽ നടക്കുകയാണ്. ഇവിടെ സംഘർഷഭരിതമായി തീർന്ന
ഒരു അവസ്ഥ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ നിന്ന് പാലക്കാട് തോമാക്കട്ടനായ കരിയാറ്റന്മാരുടെ കൂടി 9 വർഷക്കാരുടെ സാഹസികമായ യാത്ര 1772 മുതൽ 1782 വരെ ഇവിടെ നിന്ന് കപ്പലിൽ യാത്ര ചെയ്ത് റോമായി ചെന്നിട്ട് അവരുടെ ഇംഗിതം കേൾക്കുവാൻ പോലും അന്നത്തെ മാർപ്പാപ്പ തയ്യാറാണ്. കാരണം സ്വദേശീയ മെത്രാന്മാരും വൈദേശിക മെത്രാന്മാരും തമ്മിലുള്ള സംഘർഷ നിമിത്തം സ്വദേശികമായ വ്യക്തിത്വം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ നമ്മൾ സഭയ്ക്ക് വ്യക്തിത്വം നൽകി സഭയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് നമ്മൾ ഇന്ന് കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കർമ്മലിത വൈദികരായിട്ടുള്ള ചാവറ കുര്യാക്കോസ് ഏലിയാസ്, അദ്ദേഹത്തിന്റെ പേര് ഏലിയ, ചാവറ കുര്യാക്കോസ് ഏലിയ. അദ്ദേഹത്തോടൊപ്പം തോമ ഏലീസ്. അങ്ങനെ അവർ ഈ ഒരു കർമ്മല ചൈതന്യത്തിലേക്ക് മടങ്ങി പോവുകയാണ്. അവരതിന് പ്രാർത്ഥനയുടെ, പഠനത്തിന്റെ, പ്രബോധനത്തിന്റെ, പ്രവർത്തനത്തിന്റെ, പ്രോത്സാഹനത്തിന്റെ പഞ്ചശീലങ്ങളിലൂടെ അവർ ഏകാന്തതയിലൂടെ, ധ്യാനത്തിലൂടെ ഒരു പുതിയ നവോത്ഥാനം അവർ കൊണ്ടുവരികയാണ്. കേരള സംസ്കാരത്തിൽ ഒരു പുതിയ ചൈതന്യം ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കർമ്മല മാതാവിന്റെ ഭക്തരാണ് സാധിച്ചു കൊടുക്കുന്നത്. കാരണം അത് പഴയ ചൈതന്യത്തിലേക്ക് മടങ്ങി. കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ഈ സഹബന്ധുത്വത്തിന്റെ സ്നേഹത്തിന്റെ പാഠമാണ്. ഈ കർമ്മല മാതാവിന്റെ മക്കളാണ് ആദ്യമായി കേരളത്തിൽ പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിച്ച് ആ പള്ളിക്കൂടത്തിൽ ദളിതനായിട്ടുള്ള ചാത്തനെയും ക്രിസ്ത്യാനിയായിട്ടുള്ള ബോധനെയും മാത്തനെയും ഹിന്ദുവായിട്ടുള്ള നാരായണനെയും അഹമ്മദിനെയും എല്ലാം ഒന്നിച്ചിരുത്തി ഈ മാമാനക്കുന്നിൽ ഈ കർമ്മല മാതാവിന്റെ ഈ ഭക്തരായിട്ടുള്ള വൈദികർ അവിടെ പള്ളിക്കൂടം ആരംഭിക്കുകയാണ്. നമ്മുടെ പള്ളിക്കൂടത്തിലാണ് ഇവരെല്ലാം പഠിച്ച് വളർന്ന് വന്നത്. കാരണം ഒരു പൊതുസമൂഹം വന്നില്ലായിരുന്നു. സർക്കാർ പള്ളിക്കൂടത്തിൽ പോലും പ്രവേശനം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം 1850 ജനിച്ച ഡോക്ടർ പൽപ്പു 1905 ലണ്ടനിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട് അദ്ദേഹം വൈദ്യവർഗമല്ല എന്നതിന്റെ പേരിൽ മഹാരാജാവിനെ എഴുതിയെന്നപ്പോൾ മഹാരാജാവ് അദ്ദേഹത്തെ കാണാൻ പോലും സമ്മതിച്ചില്ല. ഒരു തൊഴിൽ പോലും നൽകിയില്ല. ഏറ്റവും ഉയർന്ന തൊഴിലെടുത്തു. അതെന്ന് പറഞ്ഞാൽ തെങ്ങുകയറ്റമാണ് അദ്ദേഹത്തിന്റെ കുലത്തൊഴിൽ പരിഹസിച്ചിരിക്കുകയാണ്. അതിനൊക്കെ മുമ്പ് എല്ലാവരെയും നമ്മുടെ പള്ളിക്കൂടത്തിൽ കൊണ്ടുവരുന്നത് കർമ്മല സഭയുടെ ചൈതന്യം, കർമ്മലിന്റെ ചൈതന്യം. അതുകൊണ്ട് നമ്മൾ സമാധാനപൂർണമായ സഹബന്ധത്തിന്റെ പാഠങ്ങൾ ക്രിസ്ത്യാനികളായ കത്തോലിക്കരായ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വലിയൊരു ചൈതന്യമാണ് നമുക്കിവിടെ ഉള്ളത്. ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ സമാധാനപൂർണമായ സഹബന്ധത്വം നാമെല്ലാം ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും അത് തന്നെയാണ്. ഈ സമാധാനത്തിന്റെ സഹബന്ധത്വത്തിന്റെ വലിയ പാഠങ്ങളാണ് ഓരോ തിരുനാളും നമുക്ക് കൊണ്ടാടുന്നത്. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഞാൻ കാശ്മീരിൽ ചെന്നപ്പോൾ അവിടെ പൂഞ്ചിലുള്ള ഞങ്ങളുടെ ഒരു സ്കൂളിന്റെ അടുത്ത് അവിടെ വലിയൊരു പട്ടാള സങ്കേതമുണ്ട്. അവിടെ ഹിന്ദിയും ഇംഗ്ലീഷിലും ഒരു വാചകമുണ്ട്, wounded soldiers carry wounded soldiers. ഒരു യുദ്ധത്തിൽ എല്ലാ പട്ടാളക്കാർക്കും മുറിവേൽക്കും. നമുക്കറിയാം, കൂടുതൽ പരിക്കേൽക്കുന്നവരെ കുറച്ച് പരിക്കേൽക്കുന്നവരെന്ന വ്യത്യാസമുണ്ട്. പക്ഷേ പരസ്പരം തുണയാകാനേ സാധിക്കുകയുള്ളൂ. കുറച്ച് പരിക്കേറ്റവർ കൂടുതൽ പരിക്കേറ്റവരെ സംരക്ഷിക്കുക. ഒരു കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സഹബന്ധത്തിന്റെ വലിയ പാഠം അത് തന്നെയാണ്. മുറിവേറ്റ അമ്പേറ്റ വിശുദ്ധ സെബസ്ത്യാനോസിനെയാണ്. അദ്ദേഹം മരിക്കുന്ന ആമ്പേറ്റല്ല, ആമ്പേറ്റപ്പോഴും അദ്ദേഹം മുറിവേറ്റവരെ ശുശ്രൂഷിക്കാൻ വീണ്ടും പോവുകയാണ്. ഇതാണ് സെബസ്ത്യാനോസിന്റെ ചൈതന്യം. ഈ സഹബന്ധത്തിന്റെ സ്നേഹത്തിന്റെ ചൈതന്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ മുക്തിയോടും കൂടെ നിന്ന് കർത്താവേ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം.
വേണ്ടി പഠിപ്പിക്കുന്നവരെ വിശ്വാസത്തിലോത്സവരും സുഹൃത്തുക്കളെ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ക്രിസ്തുവിന്റെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ പിതാവ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായെ, മാർ മാത്യു മെത്രാപ്പൊലീത്തായെ, അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കണമെന്ന്, ആത്മീയമോ ശാരീരികമോ ആയ പീഡകൾ സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാൾ ആഘോഷങ്ങളുടെ വിജയത്തിനായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നയിക്കും. ഞങ്ങളുടെ ജീവിതകാലങ്ങളെ
അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനെയും മാറിയോസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സുഹൃത്തുക്കൾ പരിഗണിച്ച് ഞങ്ങളെ സഹായിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം പിതാവിന്റെ പ്രകാശമായ വിശുദ്ധായി ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ മുറിവിൽ നിന്ന് വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.
നമുക്ക് വേണ്ടി ആശീർവാദ പ്രാർത്ഥന നടത്തി നമുക്ക് ജോസ് കുടുംബത്തിൻ്റെ ദിവസത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഉടനെ തന്നെ കപ്പുറം കാഴ്ച നടത്തപ്പെടുകയാണ്. അതിനുവേണ്ടി എല്ലാവരും വേണ്ട ക്രമീകരണം ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ശുദ്ധി ജയമേ ശുദ്ധി ജയമേ ശുദ്ധി ജയമേ പാവത്തേടും നോവിന്റെ സന്തതി യേശു കൃപ നല്ല നാട് വിരുള്ള നാട് നല്ല നാട് വിരുള്ള നാട് ദിലോക പ്രശാരി പാവത്തേടും നോവിന്റെ സന്തതി യേശു കൃപ. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ഇടവക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയിലൂടെ ദൈവപുത്രനായ കർത്താവിനോടുള്ള നമ്മുടെ വിധേയത്വം നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഉജ്ജ്വലമായ മാതൃക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവവിശ്വാസത്തിന് സാക്ഷ്യമാകത്തക്ക രീതിയിൽ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ഇടവകയുടെ സമ്പത്ത് ആ ഇടവകയിലെ ദൈവജനമാണ്. ദൈവജനം സ്നേഹത്തിലും സഹോദര്യത്തിലും സഹവർത്തിത്വത്തിലും ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഇടവക മെച്ചപ്പെട്ട ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് കഴിവുള്ളവ ആയിത്തീരുക. നിരീക്ഷകരെയും വിമർശകരെയും വായടപ്പിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഇടവകയുടെ പ്രവർത്തനങ്ങൾ മനോഹരമായി കൊണ്ടുപോകാനായിട്ട് ഇടവക ജനങ്ങൾ പ്രാർത്ഥനയോടെ പരിശ്രമിക്കുകയും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യണം. ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നും ദൈവ മഹത്വം പ്രഘോഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് നാം നടത്തിയ വിശ്വാസ പ്രഖ്യാപന റാലികൾ എത്ര മനോഹരമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇടവകയിലെ മുഴുവൻ ജനങ്ങളും വിശ്വാസ തീഷ്ണതയിലും തീവ്രതയിലും പങ്കെടുത്ത റാലികൾ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാൻ, ദൈവത്തിൽ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ അത് നടത്താൻ സാധിച്ചു എന്നതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇടവക എൻ്റെ സ്വന്തം എന്ന ചിന്ത ഇടവക അംഗങ്ങളിൽ മുഴുവൻ ഉണ്ടാകുമ്പോഴാണ് ആ ഇടവകയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാൻ, ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ, ഇടവകയെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുക. അവസരങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും വിഘടിതമായ ചിന്തകളിലൂടെയും ഒന്നും ഇടവകയെ നന്മയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന സത്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇടവകയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്നതിനെ ആശ്രയിച്ചല്ല ഞാൻ ഇടവകയെ സ്നേഹിക്കുന്നത്, മറിച്ച് ഇടവകയ്ക്ക് വേണ്ടി എനിക്ക് കഴിയും എന്ന് നയിക്കുമ്പോഴ് ഇടവകയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ടുള്ള വ്യഗ്രതയും താല്പര്യവും എന്നിൽ ഉണ്ടാകുമ്പോഴാണ് ഇടവക സമൃദ്ധമാവുക. സഭ സമ്പന്നമാകുന്നത് രക്തസാക്ഷികളുടെ ജീവിതത്തിലൂടെയാണെന്ന് നമുക്കറിയാം. സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യാനായിട്ട് വിശുദ്ധാത്മാക്കൾ തയ്യാറായപ്പോഴ് സഭ പടുത്തുയർത്തപ്പെട്ടു. ശക്തമായ അടിസ്ഥാനത്തിന്മേൽ
സഭയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിൽ ഇന്നോളം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒരു ഇടവകയുടെ ജീവിതവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണമെങ്കിൽ ഇടവകയാകുന്ന വ്യക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം സമർപ്പിക്കാനായിട്ട് സന്നദ്ധതയുള്ള ധാരാളം അൽമായരുണ്ടാകണം, ധാരാളം ആളുകളുണ്ടാകണം. ഇടയന്റെ സ്വരം ശ്രവിക്കുകയും ഇടയനോട് ചേർന്ന് നിന്ന് ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇടവക ദൈവത്തിന്റെ വലിയ സാക്ഷ്യ പേടകമായി മാറുകയാണ്. ഞാൻ ഈ അവസരത്തിൽ ദർശന സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളെയും പ്രത്യേകമായ രീതിയിൽ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദർശന സമൂഹമുള്ള ഒരു ഇടവകയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുകയും ദർശന സമൂഹത്തോടൊത്ത് അതിൻ്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അഭിമാനം എന്നിൽ വർദ്ധിക്കുകയാണ്. കാരണം സഭയ്ക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയില് മാതാവിന്റെ ശക്തി സംഭരിച്ചുകൊണ്ട്, ചൈതന്യം സ്വീകരിച്ചുകൊണ്ട്, മാതൃക പിഞ്ചൊന്നുകൊണ്ട് ജീവിക്കാനായിട്ട് സന്നദ്ധരായിട്ടുള്ള ധാരാളം ആളുകള്, സ്ത്രീ പുരുഷ ഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ ഈ ദർശന സമൂഹത്തിന്റെ അംഗങ്ങളായിട്ട് ഇവിടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ശക്തമായ അനുരണനങ്ങൾ ഈ സമൂഹത്തിലാകെ ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമില്ല. ഞാനതിൽ അഭിമാനിക്കുകയാണ്. എന്നാൽ എനിക്കൊരു ചെറിയ ദുഃഖമണ്ണിലുണ്ട്. പ്രദക്ഷിണ സമയത്ത് എല്ലാവരും ദർശന സമൂഹത്തിന്റെ സ്ഥാനിക വസ്ത്രങ്ങൾ അണിയണമെന്ന് നമ്മൾ നിർദ്ദേശിച്ചിരുന്നതാണ്. പലരും കയ്യിൽ തൂക്ക് സഞ്ചിയുമായി പ്രദർശനത്തിൽ പങ്കെടുത്തപ്പോൾ അതെനിക്കൊരു ചെറിയ വേദനയ്ക്ക് കാരണമായി. നിങ്ങളുടെ ചാപ്ലയിൻ കപ്ലോൻ എന്ന നിലയിൽ കപ്ലോന്റെ വാക്കുകൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സംഘടനയുടെ പ്രവർത്തനത്തിലുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് കപ്ലോന് സാധിക്കുക. ധാരാളം ആളുകള് ദേവാലയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സ്ഥാനിക വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുണ്ടായി. ഞാൻ ഓർക്കുകയാണ്, ഇത്രയും ആളുകള് ആ പ്രദക്ഷിണത്തിലുടനീളം ഈ സ്ഥാനിക വസ്ത്രം അണിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ പ്രഘോഷിച്ചും പ്രകീർത്തിച്ചും അമ്മയുടെ മാതൃക പിഞ്ചൊന്നും യേശുവിലുള്ള വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ ഉച്ചൈസ്വരം ഉദ്ഘോഷിച്ചും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ 10 മടങ്ങ് ആവേശവും ഇതിനേക്കാൾ ഏറെ സന്തോഷവും ഈ ദേശത്തിനാകെ ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ തീർച്ചയായും എൻ്റെ മനസ്സിൽ ഇന്ന് കുറിച്ചിടുകയാണ്, അടുത്ത തിരുനാളിൽ, കർമ്മല മാതാവിന്റെ ദർശന തിരുനാളിൽ തീർച്ചയായും നിങ്ങൾ ഈ കുറവ് തിരുത്തുകയും പിഴവ് പരിഹരിച്ച് ഈ സംഘടനയിലെ മുഴുവൻ അംഗങ്ങളും തങ്ങളുടെ സ്ഥാനിക വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് തന്നെ അമ്മയെ ആദരപൂർവ്വം എഴുന്നള്ളിക്കുകയും എതിരേൽക്കുകയും വിശ്വാസപൂർവ്വം വിശുദ്ധനോടൊപ്പം യാത്ര ചെയ്ത് ദേവാലയത്തിൽ എത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. രാവേറെ വൈകിയിരിക്കും. ഈ ദിവസങ്ങളിലെല്ലാം നമുക്കേറെ പരിപാടികളുണ്ടായി. പരിപാടികളെല്ലാം നിങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നാളെ നമ്മുടെ തിരുനാളിന്റെ സമാപന ദിനം എല്ലാറ്റിൻ്റെയും പൂർണ്ണതയായ ശിരമലബാർ ആരാധനക്രമത്തിന്റെ രാസ്തയിലൂടെ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്, ആരാധിക്കുകയാണ്. നമുക്കൊന്നു ചേർന്ന് നല്ലവനായ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഈ ലോകത്തിലേക്ക് ദൈവകുമാരനെ സ്വീകരിച്ച് ആനയിക്കുകയും രക്ഷാകര പദ്ധതികളിൽ സജീവമായി പങ്കാളിയാവുകയും ചെയ്ത സകലരക്ഷകയായ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ
സ്നേഹപൂർവ്വം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. അമ്മയുടെ ആഹ്വാനങ്ങളിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് വെളിച്ചം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദർശന സമൂഹത്തിൽ അംഗങ്ങളായിരുന്നു കൊണ്ട് അമ്മയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഈ ഇടവകയിലെ ദർശന സമൂഹത്തിലെ അംഗങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ തീഷ്ണതയുള്ള വിശ്വാസത്തിന്റെ ഉദാത്ത മാതൃകകളായി ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രീതികരമായി തീർക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടയനടുത്ത ആശീർവാദം പ്രാർത്ഥനാപൂർവം നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. Busted alahom se aidkol udavra vadruha de kushana talaikum ubaishmalim la la ഒരിക്കൽ കൂടി നന്ദി. നാളെ നമ്മുടെ തിരുക്രമങ്ങൾ രാവിലെ 7 മണിക്ക് ചെറിയൊരു കുർബാന വികാരിച്ച് ചെല്ലുന്നു. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ റാസ. സാധിക്കുന്നവരെല്ലാം തിരുനാൾ റാസയിൽ സംബന്ധിക്കുക, പ്രദക്ഷിണത്തിൽ സജീവമായി പങ്കാളികളാവുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ശുഭരാത്രി.